ഇന്ന് രാവിലെ എഴുന്നേറ്റ് മുതൽ ഈ സംഭവമാണ് എന്റെ ഫോണിലൂടെ. അതുകൊണ്ട് പ്രണയത്തിന് സംഭവിച്ചറിയില്ല. ആരെങ്കിലും പ്രണയിക്കാൻ കണ്ടോ അയാ മുത്തുമണി ചിരിക്കണോക്കാണ് സ്മോക്കത്തെ കൈയൊക്കെ വെച്ചിട്ട് കണ്ടോ. സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളത് കണ്ടോ കണ്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ നൂറെ ഹബീബ് ആറ്റക്കോയ തങ്ങൾ ജനങ്ങളെ ചൂഷണം ചെയ്ത്, അതുപോലെ മജ്ലിസ്, ഓൺലൈൻ മജ്ലിസ്, ഓഫ്ലൈൻ മജ്ലിസ്, ചാരിറ്റി, അതുപോലെ ടൂറ്, ഉംറ ടൂറ്, സിയാറത്ത് ടൂറ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം സ്ത്രീകളാണ് ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നതും. ഇദ്ദേഹത്തിൻ്റെ അഡ്മിന്മാരും ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നതും എല്ലാം മൊത്തം 90% സ്ത്രീകളാണ്. ഇപ്പോൾ ഇദ്ദേഹം എന്തോ ഒരു കാര്യത്തിൽ പെട്ടിരിക്കുന്നു. അത് നിങ്ങൾ ഒരു ന്യൂസ് അത് നിങ്ങൾ കേൾക്കുക. ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറാണ്, അദ്ദേഹം പറഞ്ഞതേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറഞ്ഞ് വലിയൊരു വിഭാഗം ഇപ്പോഴും നൂറെ ഹബീബിന് പുറകിലുണ്ട്. എന്ത് കൂടോത്രമാണ് നൂറെ ഹബീബ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. വിവരമില്ല, ഞാൻ പൊട്ടനാണ് പറയുക മാത്രമല്ല പലതവണ അദ്ദേഹം തെളിയിച്ചതാണ്. എന്നിട്ടും ഇദ്ദേഹമാണ് ഞങ്ങളുടെയൊക്കെ ആത്മീയ നേതാവ് എന്നൊരു വിഭാഗം പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും നൂറെ ഹബീബ് വീണ്ടും ഒരു വിവാദത്തിൽ ചെന്നുപെട്ടിട്ടുണ്ട്. ഞാൻ നൂറെ ഹബീബിനെ കുറിച്ച് പറയുമ്പോൾ നൂറെ ഹബീബ് മാത്രമല്ല ഇവിടെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. ഇവിടെ വലിയൊരു വിഭാഗം ഇത്തരത്തിലുള്ള തട്ടിപ്പുമായി ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ട്. അവർക്ക് അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പുമുണ്ട്. ഇവരെയൊന്നും വിമർശിക്കാനോ ഇവർക്കെതിരെ വാർത്ത ചെയ്യാനോ ഒന്നും കഴിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ ഗുണ്ടകളെ വെച്ച് നേരിടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും നൂറെ ഹബീബുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വലിയ വിവാദം കൂടെ ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ പലപ്പോഴും പൊട്ടനാണ്, അറിവുകേട്, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്, അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം, സ്ത്രീകളോട് മോശമായി പെരുമാറൽ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ആരോപണങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം വെട്ടിലായിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. മാത്രമാണ് അത് നമ്മൾ കൊടുക്കുന്ന സമയത്തല്ലോ ഇതും പോലെ ഒഴിവാക്കണം. ഞാൻ അതെല്ലാം അതിലൊരു ഒക്കൂലെങ്കിലും ഇട്ടോട്ടെ, കുഴപ്പമില്ല, ഞാനൊന്നും പ്രശ്നമില്ല. ഇപ്പൊ ഇത്രയും ആൾക്കാർ ട്രോളി എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റുമോ? അപ്പം അതൊന്നുമില്ല. പിന്നെ 7 ലക്ഷം ഉറുപ്പിൻ്റെ ഒക്കെ വാങ്ങി, മനസ്സിലല്ലേ? അപ്പം അതൊന്നും എന്തില്ല, പ്രശ്നമില്ല. ഓല് ഇടാതൊക്കെ അപ്പം നിങ്ങൾ എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം അത് അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 5-6 ലക്ഷം ഉറുപ്പിക കൊടുക്കും. അതിലൊക്കെ ആണെങ്കിലൊക്കെ, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അവനെടുത്തേ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. എനിക്ക് ജീവിക്കാനുള്ള മുതലൊക്കെ ഉണ്ട്, എനിക്ക് മരിക്കോളം ജീവിക്കാൻ എനിക്ക് മുതലുണ്ട്. ഇപ്പം എനിക്കിതിപ്പോൾ നിർത്തിയാലും എനിക്കെന്തില്ല പ്രശ്നമില്ല, മനസ്സിലായില്ലേ? നമ്മൾ വെള്ളം മന്ത്രിച്ച് ഇവിടെ കുത്തിയിരുന്നാൽ മതി, ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ അടുത്ത് വരും കേട്ടോ. അപ്പം അതുകൊണ്ട് ഓരോട് പറയും കാര്യങ്ങൾ. 5-6 ലക്ഷം ഉറുപ്പിയൊക്കെയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ ഒരു നാളെ തന്നെ ഇരട്ടെ കേട്ടോ. ബാക്കി പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കളിക്കട്ടെ. ഇതാണ് സഹോദരന്മാരെ, ഇവിടെ ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർ ഒരുപാടുണ്ട്. നൂറെ ഹബീബെ ആറ്റക്കോയ തങ്ങൾ മാത്രമല്ല. എങ്കിലും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇദ്ദേഹം പറയുന്നത് എനിക്ക് ജീവിക്കാൻ ഇഷ്ടം പോലെ പണമുണ്ട്. ഈ പണം എവിടെ നിന്നാണ്? ഈ പണം ജനങ്ങളെ ചൂഷണം ചെയ്ത് വിശ്വസിപ്പിച്ച് ഇവിടെ കുട്ടിയില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുന്നു, രോഗങ്ങൾ ഇല്ലാതെയാകുന്നു. ഇതുപോലെയുള്ള വിശ്വാസങ്ങൾ ജനങ്ങൾക്ക് അടിച്ചേൽപ്പിച്ച് അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളെയും അള്ളാഹു നമുക്ക് തരുന്ന ഷിഫകളെയും അള്ളാഹു നമ്മൾക്ക് തരുന്ന സന്താനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണെന്ന് പഠിപ്പിക്കാതെ പറയാതെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ജീവിക്കുന്നുണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ. അതിൽ പ്രധാനി ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഒരു അതിൻ്റെ പേരിൽ ജീവിക്കുന്ന ഒരാളാണ്.
ഇദ്ദേഹം ഒരു കാര്യത്തിൽ പെട്ടിരിക്കുന്നു. ഇദ്ദേഹം എന്താണ് പറയുന്നത്? 7 ലക്ഷത്തോളം ആ കാര്യം ആ പെട്ടതായിരിക്കുന്ന ആഫത്തിൽ നിന്ന് പുറത്തു വരാൻ ഏതെങ്കിലും ഒരു നാറ്റക്കേസായിരിക്കുമെന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. അതല്ലെങ്കിൽ 7 ലക്ഷം റുപ്യ കൊടുക്കേണ്ടതായിരിക്കുന്ന 7 ലക്ഷം വരെ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇനിയിപ്പോൾ അത് തീർക്കാൻ വേണ്ടി 5-6 ലക്ഷം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഒരൊറ്റ ഒരു ശരീരത്തെ ഇദ്ദേഹത്തിൻ്റെ തടിയെ സലാമത്താക്കാൻ വേണ്ടി എന്തോ ഒന്ന് കാട്ടിക്കൂട്ടിരിക്കുന്ന ഇദ്ദേഹമെന്ന് മനസ്സിലാകുന്നു. എന്താണെന്ന് അതിൻ്റെ വിവരം അറിഞ്ഞിട്ടില്ല. അറിയാതെ അത് പുറത്തു വരാതെയും ഇരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ കാത്തു നോക്കാം. ഇവിടെ നമ്മൾക്ക് ഇദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്നുള്ളത് ഇദ്ദേഹവും അതുപോലെ ഇദ്ദേഹത്തിന് പണം ഇട്ട് കൊടുത്തവരും എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഇദ്ദേഹത്തിന് ജനങ്ങൾ, ഈ സ്ത്രീകൾ ഗൾഫിൽ നയിച്ചു കൊണ്ടുവന്നതായിരിക്കുന്ന ഭർത്താക്കന്മാർ അവിടെ കഷ്ടപ്പെട്ട കാശിന് കൊടുന്ന് ഈ നൂറെ ഹബീബെ ആറ്റക്കോയ തങ്ങളെന്ന ഈ മനുഷ്യന് എന്തിന് കൊടുക്കേണ്ടി വന്നു? ഇപ്പോൾ അത് സഹായിച്ചത് ഇദ്ദേഹത്തിനാണ്. മരിക്കുന്നതുവരെ ജീവിക്കാൻ ഇഷ്ടം പോലെ കാശുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മരിക്കുന്നത് വരെ ഇഷ്ടം പോലെ കാശുണ്ട്. അതും തികഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും വെള്ളം മന്ത്രിച്ചാൽ അതിനെ കുടിക്കാനും ജനങ്ങളുണ്ട് എന്ന് പോലും അദ്ദേഹം പറയണമെങ്കിൽ എത്ര പൊട്ടന്മാരാണ് ഈ കേരളത്തിലുള്ളത്. അദ്ദേഹം മന്ത്രിച്ച വെള്ളം എന്തിനാണ്? നിങ്ങൾക്ക് അള്ളാഹുവിനെ വിളിച്ചാൽ പോരെ, അള്ളാഹുവിനെ അടുത്താൽ പോരെ. എല്ലാ ആഫത്ത് എന്ത് മുസീബത്തുണ്ടെങ്കിലും അള്ളാഹുവാണ് തീർക്കുന്നത്. ഈ നൂറെ ഹബീബ എന്നുള്ള കള്ളതങ്ങളല്ല, ഇതെല്ലാം ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. എങ്കിലും ഈ സ്വലാത്ത് അതുപോലെ മജ്ലിസ് ടൂറ് ഇങ്ങനെ പറഞ്ഞ് പുണ്യം വരുന്ന കാര്യമാണെന്ന് നമ്മളെ കൂടെ വന്നാൽ നിങ്ങൾക്ക് സ്വർഗം തരാ എന്ന് പറയുന്ന അതുപോലെയുള്ള നീച കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. വിശ്വാസം ഇല്ലാത്തയാക്കുന്നതാണ്. ആരോട്? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കാനും ഇവർ പറയുകയില്ല. നമ്മുടെ മജ്ലിസിലേക്കാണ് നിങ്ങൾ വരേണ്ടത്, നമ്മുടെ മജ്ലിസ് നിങ്ങൾ കാണുക, ഇവിടെ വരിക, നിങ്ങളെ നമ്മൾ സലാമത്താക്കാമെന്നാണ് പറഞ്ഞ് പണം കുന്നുകൂട്ടി. ഇപ്പോൾ ഒരു സമസ്യ വരുമ്പോൾ, ഒരു പ്രോബ്ലം വരുമ്പോൾ 7 ലക്ഷവും 5-6 ലക്ഷം ഇനും കൊടുക്കാനും തയ്യാറാണ്. ഇദ്ദേഹം എന്തെങ്കിലും ഒരു അധ്വാനിച്ച കാശാണോ? ഇതാണ് നിങ്ങൾ നല്ല പോലെ ചിന്തിക്കണം സഹോദരന്മാരെ. നിങ്ങൾ ഗൾഫിൽ നയിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് നിങ്ങളുടെ സ്ത്രീകളെ അത്തരം സ്ഥലങ്ങളിലേക്ക് അയക്കാതിരിക്കുക. ഇനി മുതലാണെങ്കിലും അയക്കാതിരിക്കുക. ഇപ്പോൾ ഓൾറെഡി അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പണമായി ജീവിക്കാൻ. ഇനി ആര് പോയില്ലെങ്കിലും ഒരു ചുക്കുമില്ല. നല്ലപോലെ ശ്രദ്ധിച്ച് ജീവിക്കുക. ഇദ്ദേഹത്തെ കാര്യം എന്താണെന്ന് നമുക്ക് അടുത്ത് അറിയാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.